മഴക്കാലത്ത് അതിരപ്പള്ളിക്ക് യാത്ര ചെയ്താൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വാസുവേട്ടന്റെ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാട്ടാ ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയത്. മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വഴി കൂടെ പോകാൻ പ്രത്യേക ഭംഗി തന്നെയാട്ടാ. എന്നാലും മഴക്കാലത്ത് കുറച്ചും കൂടി പച്ചപ്പും ആ കാടിന്റെ ഒരു വന്യതയൊക്കെ നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുണ്ടാ. കാര്യം കാറിൽ പോകുമ്പോൾ നല്ല സേഫ്റ്റി ഒക്കെയാണ്, എന്നാലും ബൈക്കിൽ ഈ വഴി കൂടെ പോണതാട്ടാ അതിന്റെ ഒരു രസം എന്ന് പറയണത്. ശരിക്കും പറഞ്ഞ വേനൽക്കാലത്ത് ഈ പുഴയിലൊന്നും ഇങ്ങനെ വെള്ളം ഉണ്ടാവില്ലട്ടാ. എന്താ ഒഴുക്കും നോക്കി നിങ്ങള്. ചാലക്കുടി പുഴയാട്ടാ ഈ കാണുന്നത്. ഈ കാണുന്ന എണ്ണപ്പനയൊക്കെ കുത്തിമറിച്ചിട്ടുള്ളതേ സഹ്യന്റെ പുത്രന്മാരാണ്. അവരുടെ പണിയാണ് വഴി നീളെ കുത്തിമറിച്ചിട്ടിരിക്കുക. ഇത് ഇവര് കുത്തിമറിച്ചിടുന്നതിന് പ്രധാന കാരണം ഇതിന്റെ മുകളിലത്തെ കായ തിന്നാൻ വേണ്ടിട്ടാണ്. ഇത് പാം ഓയിൽ ഉണ്ടാക്കണ കായാണ്. പക്ഷെ ഈ കായ ഉണ്ടല്ലോ, ഈ കായ ഇവരുടെ സ്വാഭാവിക ഭക്ഷണം അല്ലെങ്കിലും ഇവര് തിന്നണതിന്റെ പ്രധാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സഹ്യന്റെ പുത്രൻ, ബുദ്ധിയുള്ള നല്ല സഹ്യന്റെ പുത്രൻ ഇത് കുത്തിമറിച്ചിട്ടു. യാദർശികമായി ഇത് തിന്നു. ഒരു വേന്ദ്രൻ, ഒരു ആന, അതായത് ആന എന്ന് പറയാൻ പറ്റിയ സഹ്യന്റെ പുത്രൻ ഇത് തിന്നു. പിന്നെ അവരിത് കുത്തിമറിച്ചിടുക, തിന്നുക. ഇതൊരു ഹോബി അവർക്ക്. അതിന്റെ ആ രുചി പിടിച്ചു. പിന്നെ മാത്രമല്ല കാട്ടിൽ ഇങ്ങനെ ഫുഡ് കുറയുമ്പോഴേ അവരിത് വന്ന് കഴിക്കണ ഒരു സ്കീമാണ് ശരിക്കുള്ളത്. എന്തായാലും സഹ്യന്റെ പുത്രന്മാരെ എണ്ണപ്പനകൾ കുത്തിമറിച്ചിടുമ്പോഴേ എണ്ണപ്പന കർഷകർക്ക് വലിയ ദുരിതാണെങ്കിലും ഗോമാതാവിന് അതിന്റെ ചൊറിച്ചിൽ മാറ്റാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര നാളെടുക്കില്ല ഇതുപോലെ എണ്ണപ്പന വലിയ വലുപ്പത്തിലൊക്കെ എത്താൻ. ഈ ഒഴുക്ക് കണ്ട നിങ്ങള്, എന്താലേ. ഇതൊന്നല്ലാട്ടെ ഇതിന്റെ പവറ്. ഈ ഒരു ഒഴുക്ക് മഴ അങ്ങോട്ട് നന്നായി കൂടി കഴിഞ്ഞാൽ നന്നായി അങ്ങോട്ട് കൂടും. ആന വരെ ഇതിൽ ഒഴുകി പോവാറുണ്ട്. ഇവിടെ ചൂണ്ടിടാനായിട്ടും കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ടാ. ഈ ഒഴുക്കിൽ ഇങ്ങനെ മീൻ കിട്ടണേന്ന് എനിക്കറിയില്ല കേട്ടാ. ഇത് ഏഴാറ്റുമുഖം പോണ വഴിയാട്ടാ. ഏഴാറ്റുമുഖം ഗണപതി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആനയാണ് ട്ടാ. ആനരൊക്കെ മെയിൻ ഏരിയ ആട്ടത്. ഈ ഒരു പാലത്തിന് മുമ്പായിട്ട് കുറെ തട്ടുകടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടാ. നിങ്ങൾ നോക്കിയാൽ എന്താ ഭംഗിയില്ലേ, എന്താ ഭംഗി. ഇതാണ് അതിരപ്പള്ളി. ശരിക്കും പറഞ്ഞു ഇതാണ്, ഈ പച്ചപ്പിലാണ് ശരിക്കും നമ്മൾ അതിരപ്പള്ളി കാണേണ്ടത്. എന്താ നോക്കി ഈ ഒഴുക്ക് കണ്ട നിങ്ങള്. ഈ ഒരു ഒഴുക്കിൽ ഒരാൾ വീണ് കഴിഞ്ഞാലേ പിന്നെ അറബിക്കടലിൽ നിന്ന് നമുക്ക് ആളെ പറക്കെടുക്കാനേ പറ്റുള്ളൂ കേട്ടാ. ഈ ഒരു പുഴ ചെന്നെത്തണത് പുത്തൻവേലിക്കര, അവിടെ നിന്ന് പെരിയാർ പുഴയിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് അറബിക്കടലിലേക്കാണ് പോണത്. ഈ വഴി കൂടെ വണ്ടി ഓടിക്കുമ്പോഴേ ശ്രദ്ധിച്ച് വേണ്ട പോവാൻ. ആന എപ്പോ വേണമെങ്കിലും ക്രോസ് ചെയ്യാന്നൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടാ. മഴക്കാലം ആകുമ്പോ അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ലെങ്കിലും വേനൽക്കാലത്തൊക്കെ നല്ല രീതിയിൽ ആന അങ്ങോട്ട് ക്രോസ് ചെയ്യണതൊക്കെ കാണാൻ പറ്റുണ്ടാ. ഈ ഒരു പാലാണ്ടാ മുറ്റിച്ചൂർ പാലം. ഭയങ്കര ഫേമസ് പാലാട്ടാ. ഇതിലെ KSRTC ഒക്കെ പോകുമ്പോ അതിന്റെ വീഡിയോ ഒക്കെ കാണാൻ നല്ല രസാട്ടാ. ആ പച്ചപ്പ് മൂടിയിട്ട് ആ പായല് മൂടിയിട്ടുള്ള രണ്ട് പാലങ്ങളും പിന്നെ ഈ വഴി എന്ത് രസല്ലേ നോക്കി നിങ്ങള്. ഇതാണ് ആദ്യത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെയാണ് നമ്മൾ ഓൺലൈൻ ടിക്കറ്റുകളും കാര്യങ്ങളൊക്കെ എടുക്കാട്ടാ. ടിക്കറ്റ് ഒരാൾക്ക് 50 രൂപയും കാറിന് 50 രൂപയാണ് ട്ടാ. കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ മെയിൻ എൻട്രൻസിലേക്ക് നടക്കാട്ടാ. പാർക്കിങ്ങിന്റെ അവിടെ എന്ത് ഭംഗിയില്ലേ കാണാൻ. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എല്ലപ്പുഴയും കാടുകൾ കാണാൻ പറ്റൂട്ടാ. അതിരപ്പള്ളിയിൽ പ്രധാനമായിട്ടും എല്ലപ്പുഴയും കാടുകളാണ് ഉള്ളത്. ഇവിടെ തേക്ക്, വേങ്ങ, അതുപോലെ തന്നെ പല മരങ്ങളും ഉണ്ട് ട്ടാ. ചന്ദനം, അതുപോലുള്ള കുറെ മരങ്ങളുണ്ട് ട്ടാ. അതുപോലെ നല്ല ഭംഗിയുള്ള ഇരിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് ട്ടാ ഇവിടെ. എന്താ രസല്ലേ. ഇതാണ് കേട്ടാ ശരിക്കും അല്ല പുഴിയും കാടുകൾ എന്ന് പറയുന്നത്. എന്താ പച്ചപ്പ്. മരങ്ങളിലേക്ക് വലിപ്പം കണ്ട നിങ്ങള്.
മഴയുണ്ടെങ്കിലും ആളുകളൊക്കെ അതിരപ്പള്ളിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയ ദിവസം. ഈ ഒരു ട്രാക്ക് കണ്ട നിങ്ങള്, ഇതെന്തിനാന്നറിയോ നിങ്ങൾക്ക്? ശരിക്കും നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ താഴേക്ക് എത്തിക്കാൻ, എളുപ്പത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ട്രാക്കിൽ കൂടെ അങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ അതിരപ്പള്ളിയിലെ സ്ഥിരം കാഴ്ചയാണ് ഈ കൊരങ്ങന്മാര്. കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയാലും ഇവരെ നമുക്ക് കാണാൻ പറ്റൂട്ടാ, ബോണറ്റ് മക്കാക്കുകളെ. ഇവരെ കൂടാണ്ട് ഇവിടെ കരിങ്കുരങ്ങും അതുപോലെ തന്നെ സിംഹവാലക്കുരങ്ങും ഒക്കെയാണ് കേട്ടാ ഉള്ളത്. ഇവരുടെ ചെറിയ കുഞ്ഞുങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ കുഞ്ഞുങ്ങളുടെ ചെറിയ സാമ്യമൊക്കെ നമുക്ക് തോന്നൂട്ടാ. എന്തുട്ടവൻ കാണിക്കണല്ലേ, എന്തുട്ടവർ പരിപാടി അല്ലേ. ഭയങ്കര രസാട്ടാ ഇവരുടെ ഇങ്ങനെ ഓരോ കാട്ടിക്കൂട്ടലുകൾ ഇങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടിട്ട്. നല്ല രസാണ്. ഇവരുടെ ഓരോ അംഗം വിട്ടും കണ്ടിക്ക് ഇങ്ങനെ നല്ല രസാട്ടാ, നല്ല പരിപാടിയാണിത്. ഇങ്ങനെ വെറുതെ നേരം പോവാൻ വേറൊരു പരിപാടി വേണ്ട. ആ മുഖത്തേക്കൊന്ന് നോക്കിയേ, എന്താലേ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഡിസ്റ്റന്റ് കസിൻസ് തന്നെയാട്ടാ ഈ കൊരങ്ങന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാ. എന്താ അവന്റെ ചാട്ടം നോക്കിയോട്ടെ നിങ്ങള്. ഇപ്പൊ ചാടി എന്തുട്ട പരിപാടി അവന്റെ. ഇവരുടെ അടുത്ത് നമ്മൾ നിൽക്കുമ്പോഴേ ശ്രദ്ധിക്കണം കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ വല്ല ഫുഡ് ഉണ്ടെങ്കിൽ പിന്നെ എന്തായാലും ശ്രദ്ധിക്കണം. പിന്നെ അത് കിട്ടാണ്ട് അവരവിടെ നിന്ന് പോവില്ല. മാത്രല്ല ഇത്തിരി ഡേഞ്ചർ ആയിട്ട് ഇവര് ഫോണൊക്കെ ചിലപ്പോൾ തട്ടിപ്പറിച്ച് ഓടിയല്ല. പിന്നെ ഒരു കാര്യം, വന്യജീവികൾക്കൊന്നും ഭക്ഷണം കൊടുക്കരുതിട്ടാ, നല്ല ശീലല്ല. അവര് കാടിന്റെ മക്കളാണ്, കാട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കട്ടെ അവര്. അങ്ങനെ നമ്മള് മെയിൻ ഡെസ്റ്റിനേഷനിൽ എത്താറായിട്ടാ. പാലരുവി പോലെ കേട്ടാ വെള്ളം ഇങ്ങനെ ഒഴുകണത്. എന്താ നോക്കി അതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു ഭംഗി. പാലരുവി പോലെ, പാല് നദിയിൽ ഒഴുകണ പോലെ. എന്താ നോക്കി ആ ഒഴുക്കില്. ഈ ഒരു വീട് പോലെ സെറ്റപ്പ് കാണാല്ലേ, ഇത് ഇതേവരെ പോയിട്ടില്ലേട്ടാ. മഴക്ക് ഇതിന്റെ മുകളിൽ കൂടെ ഒലിച്ചു പോയിട്ട് ഈ സാധനം മാത്രം അവിടെ നിന്നുണ്ട്. ഇതേവരെ അതിനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിരപ്പള്ളിയിലേക്കും വാഴച്ചാലിലേക്കും എൻട്രൻസ് എന്ന് പറയുന്നത് 5 മണി വരെ ഉള്ളൂ കേട്ടാ. അത് കഴിഞ്ഞില്ല കേട്ടാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ താഴെ ഭാഗത്തേക്ക് അതുപോലെ തന്നെ വാഴച്ചാലിലേക്കും പോകാൻ പറ്റില്ല കേട്ടാ. അതിരപ്പള്ളി ഇലപുഴയും കാടുകൾ ആസ്വദിക്കാൻ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാട്ടാ. പക്ഷേ ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിന്റെ ഈ ഒരു രൗദ്രഭാവം കാണണമെങ്കിൽ ഇപ്പൊ തന്നെ വരണ്ട, മഴക്കാലത്ത് തന്നെ വരണട്ടാ. ഇതിൻ്റെ ഇടയിൽ ഞാൻ അതിരപ്പള്ളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാട്ടാ. അതിരപ്പള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ നയാഗ്ര എന്നാട്ടാ പറയാറ്.
ഏകദേശം 80 അടി ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം താഴോട്ട് പതിക്കണത്. ഇന്ത്യയുടെ നയാഗ്ര എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത്രയും പ്രാധാന്യമുള്ളൊരു സ്ഥലമാണെന്ന്. കാരണം വേറെ ഒന്നല്ല, കേരളത്തിൽ ഇതുപോലൊരു സ്ഥലം ഉണ്ടോ എന്ന് സംശയമാണ് വെള്ളച്ചാട്ടത്തിന്. വെള്ളച്ചാട്ടം, മലനിരകൾക്ക് മലനിര, ഇലപ്പൊഴിയും കാടുകൾക്ക് ഇലപ്പൊഴിയും കാടുകൾ, എന്തല്ലാത്തത് ഇവിടെ എല്ലാം ഉണ്ട് ട്ടാ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ബാഹുബലി മുതൽ ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ട്ടാ. അങ്ങനെയും കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സെറ്റപ്പ് പരിപാടിയാണ്. ഇപ്പൊ നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനെ എന്താ പറയാ, നമ്മുടെ ഡിസ്നി ലാൻഡ് പോലെയൊക്കെ വേറെ ലെവല് സെറ്റപ്പ് ആക്കുന്നത്. ആവട്ടെ, അങ്ങനെ ആവട്ടെ. എന്നിട്ട് നമുക്ക് പറയാം. അങ്ങനെ ഞങ്ങള് തിരിച്ചു പോകാണ്ടാ, പരിപാടിയൊക്കെ കഴിഞ്ഞ് കൊടുത്തേ. ഇനി വാഴച്ചാലില് പോയാലും വാഴച്ചാലില് ഉള്ളിക്ക് കിടക്കാൻ പറ്റില്ല, എന്നാലും ഞങ്ങൾ അവിടെ വരെ പോകണ്ട. റോഡും അതുപോലെ തന്നെ പുറത്തുള്ള ചാർപ്പ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോണത്. ഇത്രയൊക്കെ നടന്നിട്ട് ശരീരം ചൂടായതല്ലേ, ഇപ്പം തണുപ്പിക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് ഒരു ഐസ്ക്രീമും വാങ്ങി കഴിച്ചുകൂട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഐസ്ക്രീമിന് ടേസ്റ്റ് ഉണ്ടാവില്ലേ. ആളുകളുടെ മെക്കെട്ട് വരുന്ന കൊരങ്ങന്മാരെ ഓടിപ്പിക്കാൻ വേണ്ടിട്ട് കേബിൾ ടൈറ്റ് നിൽക്കട്ടാ. അതിൽ കല്ല് വെച്ചിട്ടാ അടിക്കില്ലേട്ടാ, വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിട്ടാ. ശരിക്ക് തിരിച്ചു പോകുമ്പോഴാട്ടാ ഈ ഒരു ലൈറ്റൊക്കെ പക്ക ചെയ്ത് ആ കളറൊക്കെ ആ പച്ചപ്പൊക്കെ ശരിക്കും പക്കയായിട്ട് നമുക്ക് കാണാൻ പറ്റിയത്. ഇവിടേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യണം. നമുക്ക് അതിന് പറ്റിയില്ല കേട്ടാ. മഴയൊക്കെ കാരണം അടിയിലേക്ക് പോകാനും പറ്റിയില്ല, അതേപോലെ വാഴച്ചാലിക്ക് പോകാനും പറ്റിയില്ല. ഈ മരം നോക്കി നല്ല വലുപ്പുണ്ടല്ലേ, ഇതിനെ കരിമരുന്ന് എന്നാട്ടാ പറയാ. ഇതിന്റെ തൊലി ശ്രദ്ധിച്ച് നിങ്ങൾ, ഇത് ശരിക്കും മുതലേറെ പുറംതൊലി പോലെ ഇല്ലേ, അതുകൊണ്ട് ഇതിനെ ഈ പറയുന്ന പോലെ ക്രൊക്കോഡൈൽ ബാർക്ക് ട്രീ എന്നും പറയട്ടാ. കല്ലുമ്മൊക്കെ പൂപ്പല് പിടിച്ചിക്കണ കണ്ട, എന്ത് രസല്ലേ. ഈ മരത്തിന്റെ വേരുകളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ഇത് ആഞ്ഞിലി മരാവാനായിട്ട് സാധ്യത. ഒരു മാങ്ങ ഒരു പെനം അല്ല 2 പെനം. ഓക്കെ 60. ഇവിടുന്ന് പൈനാപ്പിൾ വാങ്ങി മസാല ഇട്ട് കഴിക്കാൻ നല്ല രസാട്ടാ. നല്ലതല്ലേ. പാർക്കിങ്ങിന്ന് വണ്ടി എടുത്തിട്ട് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാട്ടാ. അതിരപ്പള്ളിയുടെ എൻട്രൻസിനോട് ചേർന്നിട്ട് തന്നെ കുറെ പാവക്കച്ചവടമൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടാ. വാഴച്ചാല് പോണ വഴിയാട്ടത്. ഇതുവരെ വന്നതിൽ ഏറ്റവും ഭംഗിയുള്ള വഴിയാട്ടത്. ഇതുവരെ ഇത്ര നേരം വന്നതിൽ ഏറ്റവും ഭംഗിയുള്ള വഴിയിട്ടാ. കാണാൻ എന്ത് ഭംഗിയല്ലേ, നിങ്ങൾ നോക്കിയേ എന്തുട്ട സംഭവം. വാഴച്ചാലില് പോണ വഴിയിൽ തന്നെയാട്ടാ ചാർപ്പ വെള്ളച്ചാട്ടം. ഇതാണ് ചാർപ്പ വെള്ളച്ചാട്ടം. ഇത് മഴക്കാലത്ത് ഭയങ്കര പ്രശസ്തമായിട്ടുള്ള വെള്ളച്ചാട്ടാട്ടാ.
പാലരുവി പോലെ അല്ലേ? എന്താ അല്ലേ, നിങ്ങൾ നോക്കിയേ, എന്താ വെള്ളത്തിന്റെ ആ ഒരു സംഭവം നോക്കി, തെളിനീര് പോലെയുള്ള വെള്ളം അതിൽ കുത്തി ഒഴുകണ ആ ഒരു ഫ്ലോയില് വരുന്ന ആ പാലരുവി പോലെയുള്ള സംഭവം, എന്തുട്ട പരിപാടി. പാലത്തിന്റെ മുകളിൽ കൂടിയുള്ള ചാർപ്പ വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ ആട്ടത്, നോക്കി നിങ്ങള്. ഇവിടം തൊട്ട് മലക്കപ്പാറ വരെ അങ്ങോട്ട് ഇതുപോലെ ഇടുങ്ങിയ റോഡും അതുപോലെ വഴിയരികിൽ ഫുള്ള് ഇത്രയും പച്ചപ്പും ഇങ്ങനെ വലിയ ഇല്ല പൊഴിയും കാടുകളുടെ മരങ്ങളും ഒക്കെയാണ് ഉള്ളത്. ഇത് വേറെ ലെവൽ യാത്രയാണ് ഈ വഴി കൂടെ. ഇത് ശരിക്കും ബൈക്കിലാണ് പോയി നമ്മൾ ആസ്വദിക്കേണ്ടത്. ഇവിടം തൊട്ട് മലക്കപ്പാറ വരെ ഒരു വെച്ചുപിടി ഒരു 60 കിലോമീറ്ററോളം ഉണ്ടാവും. എന്ത് രസാന്നറിയോ, ഒരു രക്ഷയില്ലാണ്ട് നമുക്ക് ഈ ഒരു വഴി അത്രയും രസമായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. ഈ ഒരു വഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കർമാരുടെ റൈഡർമാരുടെ പറുദീസാന്നാട്ടാ പറയാ. വാഴച്ചാല് തുറക്കാത്ത കാരണം ഞങ്ങൾ തിരിച്ചു പോകാൻ കേട്ടോ. അത് നേരത്തെ കണ്ട ചാർപ്പ തന്നെയാണ്. രണ്ട് വിൻഡോയും ഓപ്പൺ ചെയ്തിട്ട് നല്ല രസമായിട്ട് കാട്ടിക്കൂടെ ഇങ്ങനെ പോവാ. എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. അത്രയും ആ കാടിന് സ്മെല്ലൊക്കെ അനുഭവിച്ചിട്ട് അതുപോലെ തന്നെ കാടിൻ്റെ സൗണ്ടും എല്ലാം ഇങ്ങനെ അനുഭവിച്ചിട്ട് ഇങ്ങനെ പോവാ. എന്താ ഒരു ജീവിതം എന്ന് പറഞ്ഞ ഇതൊക്കെയാണ്. ഇനി നമ്മൾ ഏഴാറ്റുമുഖം വഴിയായിട്ടാ പോവാൻ പോണത്. പോകുന്ന വഴിയില് കൊമ്പനാനകളുടെ ഒരു കൂട്ടം. ശരിക്ക് പറഞ്ഞാൽ ആദ്യമായിട്ടാ ഇങ്ങനെ കൊമ്പനാനകളുടെ കൂട്ടത്തിന് ഇങ്ങനെ കാണുന്നത്. സാധാരണ പിടിയാനകൾ മാത്രമായിട്ടാ കൂട്ടത്തിലുണ്ടാവും, ആനകളുടെ കൂട്ടത്തിലുണ്ടാവും. ഇത് ആദ്യമായിട്ട് കൊമ്പനാനകളുടെ കൂട്ടത്തിന്. ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ അടുത്തെത്തിണ്ടായിരുന്നു, മുന്നിലുള്ള വണ്ടി സ്ലോലൊപ്പം ഉണ്ടായിരുന്നു ഈ ആനനൊക്കെ കണ്ടിട്ട്. അങ്ങനെ നമ്മൾ ഈ വഴികളൊക്കെ കടന്ന് നല്ല സെറ്റായിട്ട് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടാ തിരിച്ച് പോണത്. എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുമെങ്കിൽ കാത്തിരിക്കുന്നത് കമൻ്റ് ഇടുകയാണെങ്കിൽ വലിയ ഉപകാരം കേട്ടോ.